ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ റോസ് ചെടികൾ നന്നായി പൂവിടാനും നന്നായി വളരാനും നമ്മൾ കൊടുക്കുന്ന ഒരു വളമാണ് ഹ്യൂമിക് ആസിഡ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹ്യൂമിക് ആസിഡ് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു NPK കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു റോസ് ചെടി കഴിഞ്ഞ ഒരു 10-12 ദിവസത്തിന് മുൻപ് പ്രൂൺ ചെയ്തതാണ്. ഇപ്പോൾ അതിൽ പുതിയ ഷൂട്ട്സ് എല്ലാം വന്ന് നിറച്ചും ബഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായി വളരാനായിട്ട് നമുക്ക് എന്താ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാമിൻ്റെ അടുത്ത് 1 ഗ്രാം ഹ്യൂമിക് ആസിഡ് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രാം NPK, അതായത് ഇവിടെ എടുത്തിരിക്കുന്നത് 13-40-13 ഈ റേഷ്യോയിലുള്ള ഒരു NPK ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. 40% ഫോസ്ഫറസ് ആണ്. അത് നമ്മുടെ ചെടികളുടെ റൂട്ട് ഗ്രോത്തിനും നന്നായി പൂവിടാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു NPK ആണ്. ഈ 13-40-13 എന്ന് പറയുന്ന റേഷ്യോയിലുള്ള NPK. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് 1 ഗ്രാം, അതായത് 1 ഗ്രാം NPKയും 1 ഗ്രാം ഹ്യൂമിക് ആസിഡും അത് ചെറിയ ചെടികൾക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. വലിയ ചെടികൾക്ക് ഏകദേശം ഒരു 300 ഗ്രാം, 1 ലിറ്റർ വെള്ളമാണെങ്കിൽ അതൊരു 3-4 ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഒരുമിച്ച് ഒരു പ്ലാന്റിന് കൊടുക്കരുത്, ഒരു 3-4. ചെറിയ പ്ലാന്റ് ആണെങ്കിൽ വളരെ കുറച്ച് കൊടുക്കുക. വലിയ പ്ലാന്റ് ആണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടിയും കൊടുക്കാം. അത് നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്ത് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നന്നായി റൂട്ട് വരികയും ചെയ്യും, നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നല്ല റിസൾട്ടാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഓൺലൈനാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് എൻ്റെ ഒരു റോസ് പ്ലാന്റ് ആയിരുന്നു. കുറച്ച് ദിവസം മുമ്പ് കാറ്റത്ത് ടെറസിൻ്റെ മേളിൽ നിന്ന് താഴെ വീണു, പോട്ടെല്ലാം പൊട്ടി. ഇതിൽ റൂട്ട് നോക്കി, എത്ര ഹെൽത്തി ആയിട്ടുള്ള റൂട്ടാണ്. ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് റോസ് അവിടെ നിന്ന് എടുത്തത്. അതോടുകൂടി റൂട്ടെല്ലാം ഡാമേജ് ആയിട്ട് ഇരിക്കുന്നതാണ്. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫ്ലവർ വിരിയാൻ ഞാൻ വെയിറ്റ് ചെയ്താണ്, കാണാനുള്ള കൊതി കൊണ്ട്. പക്ഷേ അത് പോയി, എല്ലാ കൊമ്പുകളും ഒടിഞ്ഞു പോയി. ഇതിപ്പോൾ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ റൂട്ട് കാണിച്ചു തരാൻ വേണ്ടി കാണിച്ചാണ്. നമ്മൾ ഇതേപോലെ ഫെർട്ടിലൈസേഴ്സ് കൊടുത്ത് നല്ല ഹെൽത്തി റൂട്ട് വരും, ചെടിയും വളരും. ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഉൽക്കർഷിൻ്റെയാണ് ഹ്യൂമിനോസ് 98 എന്ന് പറഞ്ഞ ഒരു ഹ്യൂമിക് ആസിഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ഉൽക്കർഷിൻ്റെ തന്നെ 13-40-13 എന്നുള്ള പെർസെൻറ്റേജിലുള്ള റേഷ്യോയിലുള്ള ഒരു NPK ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് മറ്റൊരു തരത്തിൽ കൂടി കൊടുക്കാം. ഇത് വളരെ ഒരു നുള്ള് 1/2 ഗ്രാമിൻ്റെ അടുത്ത് നമുക്ക് ഓരോ ചെടികളുടെയും ചോട്ടിൽ ഇട്ട് കൊടുക്കാം. ഇത് തന്നെയാണ് എടുത്തു കൊടുത്തേക്കുന്നത്. ഫോസ്ഫറസ് കണ്ടൻറ്റ് കൂടുതലാണ് ഈ NPKയിൽ. അത് നന്നായിട്ട് റൂട്ട് വരാനും ഹെൽപ്പ് ചെയ്യും, ചെടി നന്നായിട്ട് ഗ്രോ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇട്ട് കൊടുത്ത് അതിന് ശേഷം നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളമല്ല, അത് ഡൈല്യൂട്ടായി അത് മണ്ണിൽ അലിയാനുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക.